നടൻ ഹരീഷ് കണാരനും പ്രൊഡക്ഷൻ കൺട്രോളറായ ബാദുഷയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവായി. അതുകൊണ്ട് തന്നെ ഇനി ബാദുഷയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ചെന്നിട്ട് ബട്ട് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടേണ്ട കാര്യമില്ല എന്ന് ഹരീഷ് കണാരൻ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ ആളുകൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം. പ്രൊഡക്ഷൻ കൺട്രോളറായ ബാദുഷ നടൻ ഹരീഷ് കണാരൻ്റെ കയ്യിൽ നിന്ന് 20 ലക്ഷം രൂപ കടം വാങ്ങിക്കുകയും പിന്നീട് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കാതെ ഒരു 4-5 വർഷം അദ്ദേഹത്തെ കബളിപ്പിക്കുകയും അതുമാത്രമല്ല ഹരീഷ് കണാരനെതിരെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുകയും അദ്ദേഹത്തിന് വരുന്ന വർക്കൊക്കെ വഴിതിരിച്ച് വിടുകയൊക്കെ ചെയ്ത് ലാസ്റ്റ് സഹികെട്ടാണ് ഹരീഷ് കണാരൻ ബാദുഷയ്ക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതോടുകൂടെ ജനങ്ങളെല്ലാം ഹരീഷ് കണാരൻ്റെ സൈഡ് ചേരുകയും ബാദുഷയ്ക്കെതിരെ ബട്ട് ക്യാഷ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ആരംഭിക്കുകയും ചെയ്തു. ബാദുഷയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ എന്ത് പോസ്റ്റ് ഇട്ടാലും അതിന് താഴെ എപ്പോൾ ക്യാഷ് കൊടുക്കും, നിങ്ങൾ എന്ത് വേണേൽ ചെയ്തോ, പക്ഷേ ക്യാഷ് ബട്ട് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ദൂരെ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുക. അതെന്ന് വെച്ചാൽ സ്റ്റോപ്പ് ചെയ്യാതെ ഇപ്പോഴും കുറേ നാളുകൾ ഒരു ഇടതടവില്ലാതെ ഇത്തരത്തിൽ കമൻ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഗതികെട്ടായിരിക്കണം ബാദുഷ ഇത്തരത്തിലൊരു കോംപ്രമൈസ് ഒരു തയ്യാറായിട്ടുണ്ടാകുക എന്നുള്ള കാര്യം തന്നെ ഉറപ്പാണ്. പക്ഷേ കോംപ്രമൈസ് എന്ന് പറഞ്ഞാലും ഹരീഷ് കണാരന് ക്യാഷ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പുതിയ ഒരു പ്രോജക്റ്റിന് ബാദുഷയും ഹരീഷ് കണാരനും കൂടി കൈകോർക്കുന്നു എന്നാണ് ഇരുവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ക്യാഷ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. ക്യാഷ് കിട്ടാൻ ചാൻസ് കുറവാണ്. പക്ഷേ എങ്കിലും വർക്ക് കിട്ടിയാലോ എന്നുള്ള സമാധാനത്തിലായിരിക്കണം ഹരീഷ് കണാരൻ ബാദുഷയായിട്ട് സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ടാവുക. ബാദുഷയുടെ സൈഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ബാദുഷ ഇത് കാരണം കുറേ നെഗറ്റീവ് അയാൾക്ക് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത്രയും നാൾ അയാൾ സഹിക്കുകയായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി ഈ ബട്ട് ക്യാഷ് ക്യാമ്പയിൻ നിർത്തണം എന്നൊക്കെ പറഞ്ഞ ശേഷവും ആൾക്കാർ ഈ ബാദുഷയുടെ പോസ്റ്റിന് താഴെ ബട്ട് ക്യാഷ് എന്ന് പറഞ്ഞിട്ടും ബട്ട് വൈ ലേറ്റ് എന്ന്, അതായത് എന്തുകൊണ്ട് ഇത്രയും വൈകി എന്നുള്ള അതൊക്കെ ചോദിച്ചിട്ട് കമൻ്റ് ഇടുമ്പം ശരിക്കും പറഞ്ഞാൽ ബാദുഷ സഹി കേട്ടിട്ട് പൂയും മായും എല്ലാം കൂട്ടിയിട്ടുള്ള തെറികളൊക്കെ എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക. അതുമാത്രമല്ല തുരുതുര വീണ്ടും തന്നെ ന്യായീകരിച്ചിട്ട് ഉള്ള പോസ്റ്റുകളും എന്തുകൊണ്ട് വേറെ ചാനലുകാർ അന്ന് പ്രശ്നം വന്നപ്പോൾ വലിയ പൊക്കി വാർത്തയിട്ടു, ഇപ്പം എന്താ വാർത്ത ചെയ്യാതെ എന്നൊക്കെ ചോദിച്ചിട്ട് അയാൾ പോസ്റ്റ് ഇടുന്നുണ്ട്. അതിന് അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഈ ഒരു ബട്ട് ക്യാഷ് എന്ന് പറഞ്ഞ ചലഞ്ചും ഈ ഒരു വാർത്തയും എത്രത്തോളം അയാൾക്ക് നെഗറ്റീവായി വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഹരീഷ് കണാരുമായിട്ട് കോംപ്രമൈസ് ആകേണ്ടത് അയാളുടെയും കൂടെ ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ പെട്ടിരിക്കുന്നത് ഹരീഷ് കണാരനാണ്. കാര്യം അവർ രണ്ടുപേരും തമ്മിൽ ഓക്കെ ആണെങ്കിലും ഞങ്ങൾ ഇറ്റ്സ് ഓക്കെ അല്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ അച്ഛനും മക്കളുമായി, ഞങ്ങൾ നായിൻ്റെ മക്കളുമായി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള കമൻറ്റ്സ് ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഹരീഷ് കണാരൻ ആഹ്വാനം ചെയ്തുകൊണ്ടല്ല ജനങ്ങൾ ബട്ട് ക്യാഷ് എന്ന് പറഞ്ഞ ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. അതുകൊണ്ട് തന്നെ ഹരീഷ് കണാരന് അത് നിർത്താൻ പറയാനുള്ള അവകാശവും ഇല്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. അതായത് ക്യാഷ് പോയി എന്ന് പറഞ്ഞിട്ട് ഹരീഷ് കണാരൻ വീഡിയോ ചെയ്യുകയും അതിനെ തുടർന്നാണല്ലോ ഈ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ബാദുഷ ഹരീഷ് കണാരന് ക്യാഷ് കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞാൽ മാത്രമേ ഈ ഒരു ക്യാമ്പയിൻ നിർത്തൂ എന്നാണ് ആൾക്കാർ പറയുന്നത്. കുറേ പേർക്ക് ഈ ക്യാമ്പയിൻ നിർത്തണമെന്ന് തന്നെ ഇല്ല, അത് വേറെ കാര്യം. ഇവർ തമ്മിൽ സോൾവ് ആകണമെന്നുമില്ല. പക്ഷേ കുറേ പേര് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ക്യാമ്പയിൻ അങ്ങനെയാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്, അതുകൊണ്ട് തന്നെ എനിക്ക് ക്യാഷ് കിട്ടി അല്ലെങ്കിൽ ബാദുഷ എനിക്ക് ക്യാഷ് തന്നു എന്ന് ഹരീഷ് കണാരൻ പറഞ്ഞാൽ മാത്രമേ ഈ ഒരു ക്യാമ്പയിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. എങ്ങനെയാണെങ്കിലും ഇപ്പം ബാദുഷേനേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഹരീഷ് കണാരനാണ് ഇത്തരത്തിൽ കമൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ബാദുഷയെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന കമൻറ്റ്സ് ഇപ്പം കണാരൻ്റെ പുറകെയാണുള്ളത്. അതായത് ഞങ്ങളെ ചതിച്ചു, അതായത് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ഞങ്ങളെ ചതിച്ചു, ഞങ്ങളെ ഒന്നും അറിയിച്ചില്ല, ഇത് ക്യാഷ് കിട്ടുകയില്ല എന്നുള്ള കാര്യം ഞങ്ങളെ അറിയിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കണാരന് നേരെ കമൻറ്റ്സ് വന്നിരിക്കുന്നത്. അപ്പം കണാരനെ വിടാൻ അവർ ഉദ്ദേശിച്ചിട്ടില്ല. പൈസ കിട്ടിയോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മാത്രമേ അവരത് സ്റ്റോപ്പ് ചെയ്യുള്ളൂ. ബാദുഷയ്ക്കും ഈ കമൻറ്റ്സിൻ്റെ കാര്യത്തിൽ കുറവൊന്നുമില്ല. വൈ ലേറ്റ് എന്ന് പറഞ്ഞ ക്യാമ്പയിനാണ് ഇത്തവണ ബാദുഷയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് ഇത്രയും ലേറ്റായി എന്ന് പറഞ്ഞിട്ട്.